പോയാൽ അനുമോൾ ആദിലയും നൂറയുമായിട്ടുള്ള ബന്ധം ഉണ്ടാവോ? അവരെ സഹോദരിമാരെ പോലെയാണെന്ന് പലപ്പോഴും അനുമോൾ പറയാറുണ്ട്. എന്നാൽ അവസാന ഘട്ടത്തിൽ അനുമോളോട് കാണിച്ച ക്രൂരത അത് മറക്കാൻ പറ്റുമോ? ഇനി പുറത്തു പോയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവോ? അനുമോളുടെ നേർക്കുവന്ന ചോദ്യമാണ്. ചോദിച്ചത് ആരാ? റെനയും. മനസ്സിലുള്ള ഉത്തരം പറയാൻ അനുമോൾക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. സ്പോട്ടിൽ കൊടുത്തു ആൻസർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അനുമോളും മസ്താനയും റെനയും കൂടി ഗാർഡൻ ഏരിയയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് റെന പല കാര്യങ്ങളും സംസാരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം എടുത്തിടുന്നത്. റെന അങ്ങനെയാണോ? പല കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ ആരെല്ലാം മനസ്സിലാക്കിയിട്ട് അപ്പുറത്ത് പോയി പറയും, അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇപ്പുറത്ത് പറയാൻ സാധ്യതയില്ല, പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എന്നിട്ട് റെന ചോദിക്കുന്നുണ്ട്, ഈ വഴക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണോ അല്ലെങ്കിൽ ഇത് പുറത്ത് കൊണ്ടുപോയി വഴക്കായിട്ട് തന്നെ പോകാനാണോ? എന്താണ് പുറത്തു പോയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുമെന്ന്. അപ്പോൾ അനുമോൾ പറയാണ് ഒരിക്കലും ഇല്ല. അപ്പോൾ റെനയ്ക്കാകെ അത്ഭുതം, ഇല്ലേ? അപ്പോൾ അനുമോൾ പറയാ, എന്താടാ നീ പറയുന്നേ? ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ പറയണേ? എനിക്ക് പറ്റും തോന്നുന്നുണ്ടോ? എനിക്ക് മറ്റുള്ളവരെ പോലെ അഭിനയിച്ച് നിൽക്കാൻ അറിയില്ല. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ കാണിക്കും, എനിക്കത് പറ്റില്ല. അത് റെനയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുക കേട്ടോ. വഴക്കുണ്ടാവുമ്പോൾ നമ്മൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഉള്ളതും പറയും, ഇല്ലാത്തതും പറയും. നീ ശ്രദ്ധിക്കണം, ഇല്ലാത്തതും പറയും. അങ്ങനെ ഇല്ലാത്തതൊക്കെ പറഞ്ഞ ഒരാളെ ഞാൻ എങ്ങനെ എൻ്റെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകും? നീ തന്നെ പറയാന്ന്. അപ്പോൾ എന്നെ പറയുന്നുണ്ട്, അത് ശരിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി അനുമോൾ കൂട്ടിച്ചേർത്തു, നീ ഇത് അവരോട് പോയി പറയണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ള കാര്യം, എനിക്ക് മറ്റുള്ളവരെ പോലെ അഭിനയിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല. എൻ്റെ മനസ്സിൽ ഈ ഫ്രണ്ട്ഷിപ്പ് പുറത്തോട്ട് പോയിട്ട് കീപ്പ് ചെയ്യാനുള്ള ആഗ്രഹമില്ല. അത് അവരുടെ പ്രവൃത്തി കൊണ്ടാണ്. ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നെ ഇത്രത്തോളം വിഷമിപ്പിച്ചപ്പോൾ എന്നെ നീ ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് എങ്ങനെ പുറത്ത് ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അങ്ങനെ റെനക്ക് വേണ്ട മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റെനക്ക് ഇതായിരുന്നു വേണ്ടിയിരുന്നത്. റെന സത്യത്തിൽ ഒന്ന് ആരതം പണിയാണ് ചെയ്യുന്നത്. അറിയും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയും. അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ അനുമോളുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ലൈവിൽ തന്നെ ഇത് അപ്പുറത്തെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അവർ ഇന്ന് പോവില്ല, നാളെയാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്നാണ് തോന്നുന്നത്. നാളെ എല്ലാവരും പുറത്തിറങ്ങും. അതിനുശേഷം ആദിലയും നൂറയും അനുമോളും അക്ബറും നിവിനും ഷാനവാസും അനീഷും മാത്രമായി മാറും. ഈ 7 പേര് ഇവർ തമ്മിൽ എന്തോ ആയിരിക്കും നടക്കുക. കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.